അമ്മ എന്നാ ആക്കുന്ന മേനെ കൊണ്ട് പുളിശ്ശേരിയാക്കിക്കോ. പുളിശ്ശേരി ഇത് വറവ് ആക്കാം അല്ലേ? ആ കത്തിയും കെടുക്കില്ലാതെ ഞാനും കൂടെ നിലത്താവൂലേ? കുറച്ചിങ്ങോട്ട് ഇരിക്കും, കുറച്ചിങ്ങോട്ട് നോക്കണം. ഇതെന്ത് ചെറിയ വെള്ളരിക്കാന്ന് മേതാ നോക്കേ. ഇത് മാങ്ങ എത്രയില്ല വെക്കാൻ തുടങ്ങിയല്ല. ഇത് ഇങ്ങനത്തെ വെള്ളരിക്ക തന്നെയാ? ഇങ്ങനത്തെ തൊപ്പനുണ്ടാവും, പിടിക്കും, കൊറേ പിടിക്കും. പക്ഷെ വറുക്കത്തില്ല കാണുമ്പോ അല്ലേ? ഒരു വലിയ വെള്ളരിക്കാണെങ്കിൽ എത്രയായില്ലേ? പിന്നെ ഒന്നല്ല കൊണ്ട് ഒരിക്കൽ വെക്കാൻ. അതെ, ഇപ്പൊ 4-5 മുറിച്ചിട്ടാലേ ഒരു വെള്ളരിക്ക ആവൂല. വെള്ളരിന്റെ കറി അപ്പൊ ഇല്ലെല്ലാം കെട്ടിട്ടുണ്ടാവും. ഇന്ന് മീനില്ലാണ്ട് ചോറ് വെക്കാം. കൊണ്ട് ഉണക്കൂല്ല. എന്നാ കറിയാക്കുന്നേ? നിങ്ങ വരാൻ വൈകിയപ്പോ ഞാൻ വിചാരിച്ചു മീൻ കിട്ടിയിട്ടുണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഏച്ചു തന്ന വെള്ളരിക്കും പടവലങ്ങ എടുത്തിട്ട് ഒരു പുളിശ്ശേരി ഒരു വറവാക്കാൻ. എനിക്ക് അങ്ങനത്തെ ബുദ്ധിയെല്ലാം ഉണ്ടല്ലേ. ഞാൻ മീൻ കിട്ടാതുകൊണ്ട് അവിടെ ഉണക്കണ്ട് നോക്കിയ പിടിയില്ലേ, ഒന്നുമില്ല. അവസാനം അത് ഇതാ ഇത്ര പേർ കിട്ടീനി. തങ്കമ്മ ഒരു കാമ്പും തന്നു കേട്ടാ. എന്നാലേ ആ പുളിശ്ശേരിയില് കാമ്പും കൂടി കിട്ടോ. വെള്ളരിക്കും കാമ്പും കൂടി ഇട്ട് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് അല്ലേ. ഇതൊന്നും മണപ്പിക്കാൻ വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ ചെയ്തു. ചെറിയ വെള്ളരിക്കാന്നല്ലേ അല്ലേ കഴിക്കുന്നുണ്ടാ? ഓ അച്ഛതാ ഇത്ര പേര് ഉണക്കേ ഇല്ലതാ. അപ്പൊ ഇടി നരവ് മുറിച്ചിട്ട് എടുത്തതിന്റെ ബാക്കി ഉണക്ക് ഉണ്ടായിട്ട് വെച്ചാ ഞാൻ മണപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. കയ്പണ്ടാ? കയ്പേ ഇല്ല. ചെറിയ പെഴുത്ത നോക്ക്, പെഴുത്തത് എന്താ നോക്കട്ടെ. വെള്ളരിക്ക ഇത് കഴിക്കുന്നില്ല. ഇത് തന്നെ പഴുത്ത വെള്ളരിക്കല്ലേ, പച്ചക്ക വെള്ളരിക്കല്ലേ കഴിക്കും. ഇന്നത്തെ നമ്മുടെ കറി ഇതാ. ഏച്ചി തന്ന വെള്ളരിക്കുണ്ട്, ഒരു പുളിങ്കറി. പുളിശ്ശേരി എന്റെ പേര് കാമ്പും കൂട്ടാ. ഒരു ദിവസം കാമ്പ് അല്ല മേ, എന്നാ പിന്നെ നല്ല പുളിശ്ശേരി. മോര് വെച്ചിട്ടല്ല, പുളിങ്കറി അല്ലേ? മോരുണ്ട്. എന്നാ പുളിശ്ശേരി ആക്കുന്നു. വന്നപ്പോഴേ പുളിശ്ശേരി കാമ്പും വെള്ളരിക്കും കൊണ്ട് പുളിശ്ശേരി പടവലം നമ്മുടെ പടവലം വറവാക്ക. ഇതെന്നാ ചെന്ന് വറക്കാറ്റും ചെയ്യാല്ലേ, വറക്ക. അപ്പൊ ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ഇത് ഇതേപോലത്തെ വെള്ളരിക്ക തന്നെയാ തോന്നുന്നു അല്ലേ, ചെറുത് അല്ലേ? ഇത് ഇതേപോലത്തെ സംഭവം തന്നെ തോന്നുന്നു. ചെറിയ വെള്ളരിക്ക നല്ലോണം പിടിക്കുമല്ലേ, ഇങ്ങനത്തെ നല്ലോണം പിടിക്കും തോന്നുന്നു. പിന്നെ കുരു എടുത്ത് വെച്ചാലോ? ചെറിയ വെള്ളരിക്ക നല്ലോണം പിടിക്കുന്ന. അതെ, പഴുത്തേന്റെ അടുത്ത് ഉണക്കും. പഴുത്തേന്റെ ചെറിയ കഷ്ണം അല്ലേ, തോന്നിന്റെ അത്ര ഇല്ലും വണ്ണൂല്ല. കുറച്ച് വെലിങ്ങനെ കുറച്ച് വലമേ. അപ്പൊ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് വേണ്ടുന്ന വെള്ളരിക്ക മുറിച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാമ്പ് മുറിച്ച് റെഡി ആയിട്ടുണ്ട്. കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളരിക്ക കഷ്ണം. അതുപോലെ തന്നെ നമ്മുടെ കാമ്പിന്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പിടുക, കല്ലുപ്പാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, അദ്ദേഹം മുഖം കുക്കർ കാണുന്നുണ്ട്. നടുക്ക് അടുപ്പത്ത് നോക്കട്ടെ. തേങ്ങ ചെരുമ്പം ഇങ്ങനെ കൈ മെല്ലെ ഇങ്ങനെ പോവും തേങ്ങയിലേക്ക്. അന്നേരം ലത ഇങ്ങനെ ഒരു തുറിച്ച് നോട്ടമുണ്ട്. ഇവളും വായിലൊന്നും ഇട്ടിട്ടുണ്ട്. തേങ്ങല്ലേ കാമ്പാ. അത് ആദ്യമായിട്ടാണ് പച്ചക്കാമ്പ് തിന്നത്. പച്ചക്കാമ്പ് നല്ല തന്നെ തിന്നാല്. മൂത്തത്തെ കല്ല് ഇങ്ങനത്തെ എല്ലാം നല്ലതാണ്. അതുണ്ടല്ലോ അതിന്റെ ബാക്കി കാമ്പ് പെരക്കണം കേട്ടാ, മോരില് പെരക്കണം. ഇന്നല്ല, കളയാൻ പാടില്ല. നല്ല സാധന കാമ്പ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. മൂത്തത്തെ കല്ല് ഇങ്ങനത്തെ നല്ലതാണ്.
അപ്പം നമ്മുടെ വെള്ളരിക്കും കാമ്പും വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക് 1 അല്ലേ, ജീരകമാണോ? ആ, കുറച്ച് ജീരകം ഇടണം. ജീരകം, പാകത്തിന് വെള്ളം. അപ്പോൾ ഇതൊന്ന് അരപ്പാക്കട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ. അപ്പം നമ്മുടെ കാമ്പും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് തിളക്കണം അല്ലേ, എന്നിട്ട് മോര് ഒഴിക്കല്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മോരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അധികം തിളക്കാനൊന്നും വേണ്ട, ഒന്ന് ചൂടായിട്ട് എടുത്ത് മാറ്റി വെക്കാം. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, ഉഴുന്നുപരിപ്പ്, സോറി ഉലുവയാണ്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക്, കറിവേപ്പില അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഊണ് കഴിക്കലായി. അപ്പോൾ കറിയെല്ലാം റെഡിയായി, അച്ഛനമ്മയെല്ലാം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പലായി. അച്ഛൻ്റെ അമ്മേരൊപ്പരാണ് ചോറ് കഴിക്കുന്നത്, തറവാട്ടിന്ന്. നീ ഇപ്പോൾ കഴിക്കുന്നില്ലേ? ഇവള് പിന്നെ കുറച്ച് വൈകിട്ട് കഴിക്കൂല. പപ്പടം എടുത്ത് വെച്ചാ. അപ്പോൾ ഇന്നത്തെ കറി സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പുളിശ്ശേരി, കാമ്പ് വറവുണ്ട്, നമ്മുടെ പടവലങ്ങ തോരൻ, വെണ്ടക്ക വേണ്ടേ, മതി. സാമ്പാർ വിളമ്പി. ഇനി നമ്മുടെ പുളിശ്ശേരി സൈഡിലാക്ക്. ഒക്കെ സൈഡിലാക്കിയാൽ മതി. കഷ്ണം ഇട്ടാ കഷ്ണം മതി. നമ്മുടെ ഉപ്പേരി, പടവലങ്ങയും ചെമ്മീനും. അത്രയും ഉണ്ടായിട്ടും ചെറിയ ഇതാണ് അല്ലേ, ചെറുതാണ്. ഇനി നമ്മുടെ കാമ്പ്, വാഴപ്പണ്ടി എന്നെല്ലാം പറയും ചെറിയ ആൾക്കാർ, നമ്മളിങ്ങോട്ട് കാമ്പ് എന്നാ പറയല് അല്ലേ. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ വിളമ്പാൻ, കതിരം കാണാനല്ല, മണപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. പപ്പടം ഓരോ കഷ്ണം എടുക്കുക, അത്രയും ഉണ്ടാവില്ല. മീനില്ല പറയില്ലേ അല്ലേ, 2 കഷ്ണം 2 കഷ്ണം 2 കഷ്ണം എടുക്കും. മതി. കഴിച്ചോ അമ്മ, കഴിച്ചോ? ആദ്യം അച്ഛൻ നമ്മുടെ കാമ്പ് വെള്ളരിക്കുന്ന പുളിശ്ശേരി നോക്കിയാ അച്ഛാ, ഇതുണ്ട് അല്ലേ? അമ്മ പുളിശ്ശേരി വെച്ച് നോക്കറാ. എന്താ അപ്പൊ സാമ്പാറും നമ്മുടെ ഈ വറവലും ഉയർത്തിയാണ് അല്ല ആക്കിനി. അതെ, കാമ്പോറ് ഉയർത്തി ചപ്പാത്തി കമ്പനി രാവിലെ പണിക്ക് പോയിട്ടായില്ലേ, ബാക്കിയിൽ അതേ ആക്കിയതാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ കറിയായി അല്ലേ. 2 വീട്ടിലെ കറിയാകുമ്പോൾ ഇഷ്ടംപോലെ കറിയായി. ഞാൻ കഴിക്കാം. ആദ്യം നമ്മുടെ ഏർത്തിയുടെ സാമ്പാറിന് നോക്കാം. അത് ഏർത്തിയുടെ സാമ്പാർ നോക്കട്ടെ. നല്ല സാമ്പാറാണ്.
നിലാതയുടെ പുളിശ്ശേരി. നല്ല പുളിശ്ശേരിയാണ്. ഇന്ന് കറിയെല്ലാം നല്ല എന്നാ വെച്ചാ മീനിൻ്റെ കുറവേ ഇല്ലു. അതിനിതാ നമ്മൾ കതിരം ഇങ്ങോട്ട് കടിക്കുക. ഇവിടെ സാമ്പാറും പുളിശ്ശേരി എല്ലാം ഒന്ന് കുഴക്കുക. ഇതിലേക്ക് ഒരു പപ്പടം ഇങ്ങനെ പൊട്ടിക്കുക. ഇതെല്ലാം കൂടി ഇതാ കുഴച്ചിട്ട് ഒന്ന് ഉരുളയാക്കാൻ വേണമെങ്കിൽ കാമ്പ് തോരൻ കുറച്ചിടാം. അതുപോലെ നമ്മുടെ ഏതാ പടവലങ്ങ തോരൻ അതുകൊണ്ട് കുഴക്കുക. ഇത് കുഴച്ചെടുത്തിട്ട് അതൊക്കെ കതിരത്തിൻ്റെ കഷ്ണം ഒന്നും പറയാനുള്ളൂ. സൂപ്പർ. കുറച്ചും കൂടെ പുളിശ്ശേരി എടുത്തിട്ടുണ്ട്. ഒരു പപ്പടം കൂടി എടുക്കാം. എന്നപ്പോൾ നമുക്ക് കഴിക്കട്ടെ. Đúng đó.